നമ്മുടെ വീട്ടിലേക്ക് വരുന്ന KSEB കറണ്ട് ബില്ല് നമുക്ക് തന്നെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂസിൻ്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം ഇതിനു മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് അടച്ചിട്ടുള്ള ഒരു കറണ്ട് ബില്ലുണ്ട്. അപ്പോൾ ആ ഒരു ബില്ലാണ് ഇത് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു ബില്ല് ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാല്യൂ, ആ ഒരു പൈസ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ആ ഒരു ബില്ല് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ബില്ലിൽ നിങ്ങൾക്ക് യൂണിറ്റ്, കിലോ വാട്ട്, ആംബിയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കറണ്ട് 6608 പിന്നെ പ്രീവിയസ് 6256 അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം, അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളായിപ്പോൾ എടുക്കുകയാണ്. അതിലേക്ക് കറണ്ട് എന്ന് പറഞ്ഞിട്ട് CUR എന്ന് പറഞ്ഞിട്ട് 6608 എന്നുള്ളതും പിന്നെ പ്രീവിയസ് നാട്ടിൽ 6256 എന്നുള്ളത്, ആ രണ്ട് നമ്പർ എടുക്കുകയാണ്. ആ രണ്ട് നമ്പറും ഞാൻ മൈനസ് ചെയ്യണം. അപ്പോൾ ആ രണ്ട് നമ്പർ ഞാൻ മൈനസ് ചെയ്താൽ 322 കിട്ടും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് അതിനെ മൂന്നാമതായിട്ട് കാണാൻ പറ്റും. കോൺസ് എന്ന് പറഞ്ഞിട്ട് 322 എന്നുള്ളത്. അപ്പോൾ ഈ 322 നമ്പർ ഞാൻ ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ 322 എന്ന നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് അതിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഞാൻ KSEB.in എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ അത് KSEBിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. നിങ്ങൾ KSEB.in എന്നോ അല്ലെങ്കിൽ KSEB സെർച്ച് ചെയ്താൽ തന്നെ അവിടെ ആ ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും. പക്ഷെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് പോയിട്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് അടിയിലോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസും കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് താരിഫ് എന്ന് പറഞ്ഞിട്ട് LT1 എന്ന് കാണാൻ പറ്റും, പർപ്പസ്, ഡൊമസ്റ്റിക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നോക്കുന്ന താരിഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബില്ലിലുള്ള ആ ഒരു സംഭവം തന്നെ, ആ ഒരു സംഭവം തന്നെയാണ് ഇതിലുള്ളത്. പർപ്പസ് ഡൊമസ്റ്റിക് ആണ്. അതേപോലെ തന്നെ ബില്ലിംഗ് സൈക്കിൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ബില്ല് 2 മാസം കഴിഞ്ഞാലാണ് ബില്ല് വരുന്നത്. അപ്പോൾ ആ 2 മാസം കൊടുക്കുന്നത്. അതുപോലെ തന്നെ കൺസ്യൂമർഡ് യൂണിറ്റ്സ് എന്നുണ്ട്. അവിടെ ഞാനിപ്പോൾ 322, ഞാൻ നേരത്തെ ഒരു കുറച്ചിട്ടുള്ള ആ ഒരു കിട്ടിയിട്ടുള്ള സംഭവമില്ല, 322 അതേ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫേസ് ചോദിക്കുന്നുണ്ട്. ഫേസ് സിംഗിൾ ഫേസ്, 3 ഫേസ്, ഞാൻ സിംഗിൾ ഫേസ് തന്നെ കൊടുക്കുകയാണ്. അതിന് സബ്മിറ്റ് കൊടുക്കുകയാണ്. നിങ്ങളുടെ ബില്ലിൽ എങ്ങനെയാണുള്ളത് അതുപോലെ നിങ്ങൾ ഇതിൽ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് അടിയിലോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും, അതിൻ്റെ ബിൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എനർജി ചാർജ് എന്ന് പറഞ്ഞിട്ട് 1306.14 കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൈഡ് ബൈ കാണാൻ പറ്റും. അപ്പോൾ വെബ്സൈറ്റ് കാണുന്നത് എനർജി ചാർജ് വന്നിട്ട് 1306.14 അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ബില്ലിലും കാണുന്നത്. അതുപോലെ തന്നെ ഡ്യൂട്ടി, അതുപോലെ തന്നെ ഫിക്സഡ് ചാർജ്, എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണത്. അപ്പോൾ ഈ മീറ്റർ റെൻ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 4 കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബില്ലിൽ കാണുന്നത് 14.28. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14.28 കിട്ടാം. അപ്പോൾ എല്ലാം സെയിം ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് 1591 പക്ഷേ അതിൽ 1596 കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ബില്ലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിലായിട്ട് സർചാർജ് എന്ന് കാണാൻ പറ്റും. വെച്ചാൽ നിങ്ങൾ ആ ഒരു പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പേപ്പറിന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊക്കെ ഒരു പൈസ ആണ്. അപ്പോൾ ആ ഒരു 5 രൂപയാണ് ഇതിൽ കൂടുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത് നിങ്ങൾ ഈ ബില്ല് വരുന്നതിന് മുമ്പ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുതരാം. അതിനുവേണ്ടി സെയിം തന്നെയാണ്, ഈ ഒരു ട്രിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബില്ല് എടുക്കുക. ആ ബില്ല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിലോ വാട്ട് യൂണിറ്റ് കാണിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ കറണ്ട് എന്നുള്ള ഭാഗത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ 6608 എന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വാല്യൂ ഞാനിപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ ആ കറണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഏത് കാണുന്നുണ്ടോ ആ ഒരു വാല്യൂ നിങ്ങൾ എടുക്കുക. 6608 കാണുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മീറ്ററുള്ള ഒരു സ്ഥലത്ത് പോകാം. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഡിജിറ്റൽ മീറ്ററാണ്. ഇപ്പോൾ ഡിജിറ്റൽ മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു 30 സെക്കൻഡ് ആ ഒരു മീറ്ററിൻ്റെ അവിടെ നിൽക്കുക. ഒരു 30 സെക്കൻഡോളം നിങ്ങൾ അവിടെ നിന്നാൽ നിങ്ങൾക്ക് അവിടെ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞിട്ട് ഒരു 4 അക്ക നമ്പർ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ അതിൽ കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മീറ്ററുള്ളത് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മീറ്റർ ഇപ്പോൾ മാറ്റി പുതിയ മീറ്റർ വെച്ചിട്ടേ ഉള്ളൂ, ഡിജിറ്റൽ മീറ്റർ. അതുകൊണ്ട് തന്നെ അതിപ്പോൾ കൂട്ടാൻ പറ്റത്തില്ല. 0 മുതൽ വീണ്ടും തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ മീറ്ററിൽ കിലോ വാട്ട് പെർ ഹവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4 അക്ക നമ്പർ ഉണ്ടാവും. ആ 4 അക്ക നമ്പറും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ബില്ലുള്ള ഞാൻ നേരത്തെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തന്നില്ല, ആ കറണ്ട് എന്നുള്ള ഭാഗത്ത് ഒരു 6608 ഇവിടെ കാണിയത്. അതുപോലെ നിങ്ങൾ ആ ഒരു നമ്പർ ഉണ്ടാവും. ആ 2 നമ്പറും മൈനസ് ചെയ്യാം. ആ 2 നമ്പർ മൈനസ് ചെയ്തതിൽ എനിക്ക് ഒരു നമ്പർ കിട്ടും. അപ്പോൾ ആ മൈനസ് ചെയ്ത നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സെയിം ട്രിക്ക് തന്നെയാണ്. നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോവുക, ബിൽ കാൽക്കുലേറ്റർ എടുക്കുക, അതിനുശേഷം താരിഫും കാര്യങ്ങളെല്ലാം ആ ബില്ലുള്ള പോലെ തന്നെയാണ് നോക്കുക. അതിനുശേഷം ആ 3 അക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടുന്നതായിരിക്കും. സോ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ 2 മാസം കറണ്ട് ബില്ല് കിട്ടുന്നത് വരെ നിങ്ങൾ നോക്കേണ്ടി വരും. ഇപ്പോൾ ഇതിൻ്റെ ബില്ല് എത്രയായി, കൂടുതലാണോ എന്നൊക്കെ. ഇപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബില്ല് കൂടുതലാണോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല അഥവാ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അവരോട് പറയാൻ പറ്റും. ഇപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങളുടെ കറണ്ട് ബില്ല് വരാതെ തന്നെ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, കാൽക്കുലേഷൻ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മാത്രം മതി. ആ ഒരു നമ്പർ നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു ബില്ലിൻ്റെ ആ ഒരു സംഭവം കിട്ടുന്നതായിരിക്കും. ഇത്രയും സിമ്പിളാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു വീഡിയോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും വാട്സപ്പിലൂടെ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.